അല്ലാഹുവിന്റെ ഖുർആൻ മാനവരാശിക്കുള്ളതാണ്. ഞാൻ ഏതാനും ഖുർആനിക വചനങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ ബിഇദ്നി റബ്ബിഹിം. അല്ലാഹുവിന്റെ അനുമതിയോടെ ജനങ്ങളെ, കേട്ടോ, മുസ്ലിങ്ങളെ നല്ല ശരിക്കും ശ്രദ്ധിക്കുക, ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥം. അപ്പൊ ഖുർആൻ ആരാണ്? ഖുർആൻ എന്താണ്? ഖുർആൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു അവതരിപ്പിച്ചതാണ്. ശരി, അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇവിടെ ജീവിക്കുക, നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനെ ജീവിക്കുക. നാട്ടിൽ ജീവിക്കാൻ നമുക്ക് തോന്നിയിട്ടുണ്ടോ ഈ ഖുർആൻ തൊട്ടടുത്ത അയൽപ്പക്കത്തുള്ള കൃഷ്ണേട്ടനെ ഒന്ന് വായിച്ച് കേൾപ്പിക്കണോ? എന്താ തോന്നാത്ത? മാധവി ചേച്ചിയും നമ്മുടെ ഭാര്യയും തമ്മിൽ നല്ല ഇഷ്ടത്തിലാണ്. പക്ഷേ മാധവി ചേച്ചി ഭാര്യ നരകത്ത് പോരുത് എന്ന് ഇയാൾ നല്ലോണം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവളോട് പറയും, പർദ്ദയിടണം, നിസ്കരിക്കണം, നോമ്പ് നിൽക്കണം, ഹറാമ് ചെയ്യരുത്. മാധവി ചേച്ചി എന്ത് ചെയ്താലും ഇവനൊരു ടെൻഷനും ഇല്ലെങ്കിൽ ഇവൻ വിശ്വാസിയല്ലടോ, ഇവൻ വിശ്വാസിയല്ല. നിന്റെ വീട്ടിലെ ഒരാള് നരകത്ത് പോരുതാ നീ കൊതിക്കണത് എങ്കിൽ അപ്പുറത്തെ വീട്ടിലെ മാധവി ചേച്ചിയും പോകരുത്. അതുകൊണ്ട് മാത്രമാണ് വിളിക്കുന്നത്. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ, നിങ്ങളുടെ വിളി അവർ കേൾക്കുകയില്ല. വലൗ സമയു, ഇനി കേട്ടു എന്ന് സങ്കല്പിക്കുക, അങ്ങനെ വിചാരിക്കുക, കേൾക്കൂല. മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യില്ല. വയൗമൽ ഖിയാമ, പിന്നെ പരലോകത്തേക്കാ, വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങളുടെ വിളിയെന്നല്ല, നിങ്ങൾ ആ വിളിച്ച ശിർക്കിനെ അവർ നിഷേധിക്കും.